നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചർച്ചയായ ഒന്നായിരുന്നു. നൊബേൽ കമ്മിറ്റിയുടെ ഈ വിഷയത്തിലെ ഔദ്യോഗിക നിലപാട് എന്താണ്? സ്വയം പ്രഖ്യാപിത സമാധാന ദൂതനായ ട്രംപിന്റെ ഈ ആഗ്രഹം നൊബേൽ സമ്മാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ ബഹുരാഷ്ട്രവാദം, നയതന്ത്രം, മനുഷ്യസ്നേഹം എന്നിവയുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റം, വിമത രാഷ്ട്രങ്ങളോടുള്ള സമീപനം എന്നിവയൊക്കെ പരിഗണിക്കുമ്പോൾ സമാധാനത്തിനുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ പലപ്പോഴും വിരോധാഭാസമായി തോന്നാം. ഈ പശ്ചാത്തലത്തിൽ നൊബേൽ സമിതിയുടെ നിലപാടുകളും സമ്മാനം നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും കൂടുതൽ പ്രസക്തമാവുകയാണ്. ഈ ചർച്ചകൾ ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു ഭാഗമാണോ, അതോ ലോക സമാധാനത്തിനായുള്ള യഥാർത്ഥ സംഭാവനകളുടെ പ്രതിഫലനമാണോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് ലോക നേതാക്കൾ അടക്കം പലരും ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ട്രംപ് തന്നെ പലതവണ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെയായി ഇസ്രായേൽ, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിച്ചത് താനാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന അവകാശവാദം. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നൊബേൽ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കാനിരിക്കെ നൊബേൽ കമ്മിറ്റിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. നൊബേൽ കമ്മിറ്റി സെക്രട്ടറി ക്രിസ്റ്റിയൻ ബർഗ് ഹാർട്ട് വിഗൻ അടുത്തിടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നൊബേൽ സമ്മാനം നൽകുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശ്രദ്ധയോ പൊതുജനങ്ങളുടെ പ്രചരണങ്ങളോ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. ഓരോ സ്ഥാനാർത്ഥിയെയും വിലയിരുത്തുന്നത് അവരവരുടെ യോഗ്യതകളും സമാധാനത്തിനായി അവർ നൽകിയ സംഭാവനകളും മാത്രം പരിഗണിച്ചാണ്. ഈ നിലപാടുകൾക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ട്രംപ് സമാധാന ശ്രമങ്ങളെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആൽഫ്രഡ് നോബൽ ഉയർത്തിപ്പിടിച്ച ബഹുരാഷ്ട്രവാദം എന്ന ആശയത്തിന് വിരുദ്ധമാണ്. നൊബേൽ സമ്മാനം പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ അവർ എന്നും ശ്രദ്ധിച്ചിരുന്നു. ചൈനീസ് വിമതനായ ലിയു ഷിയാബോവിന് 2010 സമ്മാനം നൽകിയത് ഇതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. ചൈനയുടെ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും കമ്മിറ്റി ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ചുരുക്കത്തിൽ ട്രംപിനെ പിന്തുണച്ചുള്ള പ്രചാരണങ്ങൾ ഒരുപക്ഷെ വിപരീത ഫലമാണ് ഉണ്ടാക്കുകയെന്ന് നോർവേയിലെ ഗവേഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ഒരു വലിയ നേട്ടമല്ലെന്നും സമ്മാനം ലഭിക്കുന്നതാണ് യഥാർത്ഥ നേട്ടമെന്നും ഹാർട്ട് വിഗൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഈ വർഷം ഒക്ടോബർ 10 സമാധാന സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ കമ്മിറ്റിയുടെ നിലപാട് നിർണായകമായിരിക്കും. ട്രംപിന്റെ നൊബേൽ സമ്മാനത്തിനായുള്ള ശ്രമം വെറുമൊരു ബഹുമതിക്ക് വേണ്ടിയുള്ള ആഗ്രഹമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും വ്യക്തിപരമായ ബ്രാൻഡിങ്ങിന്റെയും ഭാഗമാണ് എന്ന് വേണം കരുതാൻ. ട്രംപിന്റെ വാദങ്ങൾ അന്താരാഷ്ട്ര നയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നില്ല. നൊബേൽ സമ്മാനം കേവലം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഒരു അംഗീകാരമല്ല, മറിച്ച് ലോക സമാധാനത്തിനും സഹകരണത്തിനും വേണ്ടിയുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമാണത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, വിഭജനം സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന്റെ സംസാര രീതി എന്നിവയെല്ലാം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയാതെ വയ്യ. നൊബേൽ കമ്മിറ്റിയുടെ നിഷ്പക്ഷമായ നിലപാടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന അവരുടെ പ്രഖ്യാപനവും ഈ ബഹുമതിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നൊബേൽ മോഹം ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നും യഥാർത്ഥ സമാധാന നിർമ്മാണവുമായി അതിന് ബന്ധമില്ലെന്നും വിലയിരുത്താവുന്നതാണ്. സമാധാനത്തിനായുള്ള യഥാർത്ഥ സംഭാവനകളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടാനും സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമാണ് ട്രംപ് എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നത്. നൊബേൽ സമിതിയുടെ നിഷ്പക്ഷതയും സമാധാനത്തിനായുള്ള സംഭാവനകളെ വിലയിരുത്താനുള്ള അവരുടെ കർശനമായ മാനദണ്ഡങ്ങളും ട്രംപിന്റെ വാദങ്ങളെ ദുർബലമാക്കുന്നു. ലോക സമാധാനത്തിന് വെല്ലുവിളിയാകുന്ന നയങ്ങൾ സ്വീകരിച്ച ഒരു നേതാവ് ആഗോള സഹകരണത്തിൽ വിശ്വസിക്കുന്ന നൊബേൽ സമ്മാനത്തിന് അർഹമാകുമോ എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ട്രംപിന്റെ നൊബേൽ മോഹം സമാധാനത്തിന്റെ അന്താരാഷ്ട്ര ചിഹ്നമായ ഈ പുരസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു.